ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊന്ന് മാർക്കറ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അവിടുത്തെ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ റൂറലിലെ ദബാസ്പേട്ട് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. അവിടുത്തെ മാർക്കറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് മെയിനായിട്ട് സൺഡേയ്സിലും വെനസ്ഡേയ്സിലും കേട്ടോ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ളത്. സൺഡേനേക്കാളും കൂടുതൽ വെനസ്ഡേയ്സാണ്. അധികം എല്ലാ ആൾക്കാരും വെനസ്ഡേ മാർക്കറ്റിലാണ് കേട്ടോ വരാറ്. അന്ന് ഒരുപാട് കടകളുണ്ട്, നല്ല തിരക്കായിരിക്കും. നമുക്ക് വെനസ്ഡേ വരാൻ ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അധികം സൺഡേ മാർക്കറ്റിലാണ് വരാറ്. മറ്റുള്ള ദിവസങ്ങളിലും കടകളൊക്കെ ഉണ്ടാവും കേട്ടോ, അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സൺഡേയ്സിലും വെനസ്ഡേയ്സിലും ഒരുപാട് എക്സ്ട്രാ കടകൾ വരും. അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിൻ്റെ ഇതുണ്ടാവും, ചെറിയ ചെറിയ ചീപ്പ് റേറ്റിനുള്ള ഡ്രസ്സസ് ഉണ്ടാവും. പിന്നെ ബ്ലാങ്കറ്റ്സ്, സ്റ്റീൽ പാത്രങ്ങൾ, ചെരുപ്പ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടും കേട്ടോ ഇവിടെ വന്നാൽ. അപ്പോൾ ഇത് നമ്മൾ റോഡ് സൈഡിൽ മൊത്തം ഫ്ലവേഴ്സിൻ്റെതും ഫ്രൂട്ട്സ് ആൻഡ് ചെരുപ്പ്, പിന്നെന്താ ബ്ലാങ്കറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് റോഡ് സൈഡ് ഫുള്ള് കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ ഫുള്ള് വെജിറ്റബിൾസ് ആണ്. എന്താ പറയുക, ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ വെജിറ്റബിളിന്. നല്ല ചീപ്പ് റേറ്റിന് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. 100 രൂപയ്ക്ക് 5 കിലോ ഉള്ളി, അതുപോലെ തന്നെ 100 രൂപയ്ക്ക് 8 സ്വീറ്റ് കോൺ, പിന്നെ 100 രൂപയ്ക്ക് 3 കിലോ മാങ്ങ. അങ്ങനെ ബൾക്കായിട്ടാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. നമ്മളിപ്പോൾ രണ്ടാൾക്കാർക്ക് ഇത്രയും ബൾക്കായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ കുറച്ച് അധികമായിരുന്നു. ചിലപ്പോൾ 100 രൂപയ്ക്ക് 3 കിലോ കൊടുക്കുന്ന മാങ്ങയൊക്കെ നമുക്ക് 1/2 കിലോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർ ചിലപ്പോൾ 50 രൂപയൊക്കെ വാങ്ങിക്കും. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ ഇവിടുന്ന് വെജിറ്റബിൾസൊക്കെ എടുക്കുന്നത്. എന്തായാലും കമ്പാരിറ്റീവ്ലി നല്ല ലാഭം തന്നെയാണ്. എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാണ് കേട്ടോ ഇവിടെ നിന്ന് വെജിറ്റബിൾസ് എടുക്കുന്നത്. പിന്നെ നമുക്ക് നല്ല ഉണക്കമീനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ സൈഡിൽ കുറേ ഡ്രൈ ഫിഷൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മീനിൻ്റെ ചെറിയ ചെറിയ കടകളുണ്ട്. അതായത് ഒരുപാട് മീൻ കടകളുണ്ടാവും കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് എല്ലാം പീസായി ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ അവർ. അത് കൂടുതലും നമ്മുടെ കടൽ മീൻ കുറവായിരിക്കും. ഇവിടെ തന്നെയില്ല, ഡാമിലുണ്ടാവുന്ന മീനില്ല, അങ്ങനത്തെ മീനാണ് കൂടുതലായിട്ട്. നമ്മുടെ കുളത്തിലൊക്കെ ഉണ്ടാവുന്ന അതുപോലത്തെ മീനാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ പിഗ് ആൻഡ് മട്ടൺ സ്റ്റാൾ ഉണ്ടാവും. മട്ടൺ ഇവിടെ എല്ലാവരും കഴിക്കുന്നതാണ് മട്ടൺ. അതുപോലെ തന്നെ പിഗും അധികം ആൾക്കാരും കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയും കുറേ സ്റ്റാൾസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ പിഗിനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവർ കുറച്ച് റിജോർട്ടിനും റയാനും കഴിക്കാറുണ്ട്. അവർ കുറച്ച് പിഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും വാങ്ങിക്കാറില്ല. ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. ജസ്റ്റ് കുറച്ച് കാൽ കിലോ പോലെ വാങ്ങിക്കും, അത്രേ വാങ്ങിക്കാറുള്ളൂ. അപ്പം അതൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെയും വെജിറ്റബിൾസ് വാങ്ങിക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാട്ടോ. വൈകുന്നേരങ്ങൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇവിടെ. ഏറ്റവും കൂടുതൽ വെനസ്ഡേ വൈകുന്നേരമാണ് നല്ല തിരക്കുണ്ടാവുക. ഒരുപാട് ആൾക്കാർ വെറുതെ മാർക്കറ്റ് കാണാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നമ്മുടെ ഇതുണ്ടായിരുന്നു, ചേമ്പിൻ കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ കുറച്ച് ചേമ്പിൻ കിഴങ്ങും അവിടെ നിന്ന് വാങ്ങി. പച്ചക്കറികളങ്ങനെ അധികം ഒന്നും വാങ്ങിക്കാനുണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം കുറച്ച് വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വെറുതെ സൺഡേ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് റൗണ്ട് അടിച്ചിട്ട് പോകുന്നത് പതിവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ വരെ ഉള്ളത്. വെനസ്ഡേയ്സ് ആണെങ്കിൽ ഫുള്ള് നല്ല റഷ് ഉണ്ടാവും കേട്ടോ. മെയിനായിട്ട് വൈകുന്നേരങ്ങളാണ് കൂടുതൽ തിരക്കുണ്ടാവുക. അപ്പോൾ ഇവിടെ വെനസ്ഡേ ആണെങ്കിൽ അങ്ങ് എൻഡ് വരെ മാർക്കറ്റിൻ്റെ ഓരോ കടകളായിട്ടുണ്ടാവും. ഓരോ ആൾക്കാർ വന്നിട്ട് അവരവരുടേതായിട്ട് സാധനങ്ങൾ വെക്കാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പം സൺഡേ ആയതുകൊണ്ട് ഇത്ര വരെ ഉള്ളൂ കേട്ടോ. എന്നാലും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പോകും. പിന്നെ ഇവിടെ അരിയും മറ്റേ വറ്റൽമുളക്, മല്ലി, പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളും വരാറുണ്ട്. അതും സൺഡേയ്സിലും വെനസ്ഡേയ്സിലുമാണ് കൂടുതലായിട്ട് അവർ വരാറ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ തന്നെ വാങ്ങിക്കാം കേട്ടോ. സൂപ്പർ മാർക്കറ്റിലും വേറെ പോകേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നാൽ നമുക്ക് എല്ലാം ഒരു കുടക്കീഴിലാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് അരി വേണമായിരുന്നു. നാട്ടിൽ കിട്ടുന്ന ആ ഒരു അരിയും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദബാസ്പേട്ടെ മാർക്കറ്റ്. അത്യാവശ്യം നല്ല വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. വൈകുന്നേരങ്ങളിലൊക്കെയാണ് നല്ല തിരക്കായിരിക്കും. ഒരുപാട് കടകളും ആൾക്കാരൊക്കെ ഉണ്ടാകും. നല്ല ഭംഗിയാണ് കേട്ടോ വൈകുന്നേരം ഇതിലൂടെ വെറുതെ നടന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മാർക്കറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്